പതിരുള്ള നാഴൂരി എൻ്റെ വീട്ടിലിരുന്നിട്ട് 1000 തവണ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, വിശ്വനാഥൻ ചേട്ടൻ, ഫസ്കസിൻ. അദ്ദേഹത്തിന് ഇത് പാടിക്കൊടുക്കുക, അദ്ദേഹം പാടുക, തിരിച്ചു പാടുക. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് നിർത്തില്ല. എന്നിട്ട് ഇപ്പോൾ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ എന്താ എഴുത്ത്? ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുവരിൽ ചിരിതൂകി അച്ഛൻ്റെ ഛായാചിത്രം. ലിറിക്സിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ ക്ലാവ് പിടിച്ചൊരു ഒട്ടുകിണ്ണം പോലെ കുഞ്ഞേച്ചിതൻ ലോലച്ചിത്തം. ഒരു എന്താ പറയുക, സാധാരണ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ അതിമനോഹരമായി എഴുതപ്പെട്ടത്. മറ്റേ രഘുവേട്ടൻ്റെ അതിഗംഭീരമായ സംഗീതത്തിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ വന്നപ്പോൾ അത് ഇപ്പൊ ഈ അങ്ങനെയല്ല, അതായത് ദാരിദ്ര്യം സമ്പന്നമായി എഴുതുക എന്ന് പറയും. അതന്നെ ദാരിദ്ര്യം. അതാ കറക്റ്റ്. ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക, ജോൺസേട്ടന്റെ ആദ്യത്തെ പാട്ട് ട്യൂൺ പാടിയത് ജയേട്ടനാണ്. വിപിന പാടിക കുയില് തേടി വിപഞ്ചിയോ മണി വിരൽ ചെന്നൈയില് കൊണ്ടുപോകുന്നത് ജോൺസൺ മാസ്റ്ററുടെ സെബേട്ടനൊക്കെ. ജോൺസൺ മാസ്റ്റർ ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജയേട്ടന്റെ പാട്ടാണ്. രവീന്ദ്രൻ മാഷ് ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജയേട്ടന്റെ പാട്ടാണ്. അങ്ങനെ ഒരുപാട് തുടക്കങ്ങൾക്ക് ഇപ്പം ചിത്ര ചേച്ചി പറഞ്ഞു, ചിത്ര ചേച്ചി ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന ജയേട്ടന്റെ കൂടെയാണ്. അങ്ങനെ പലരുടെയും എന്താ പറയുക. എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നിഷ്കളങ്കമായ ശിശുസഹജമായ ഈ സ്നേഹവും ഇടപെടലും അതിൻ്റെ ആഴം, അതിൻ്റെ അഴകൊന്നും പിടികിട്ടില്ല. ഒരാൾ കടന്നു പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ നിഷ്കളങ്കത പിടികിട്ടുന്നത് നമുക്ക്. ഒരു ജില്ലയിലെ കളക്ടർ ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ആരാധനയോടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോടെ ചോദിക്കുവാണ്. കെട്ടിപ്പിടിച്ച പറഞ്ഞ കൈയ്യട് ആരോട്? കളക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഒരു ഓണാഘോഷ പരിപാടികളിൽ ഒരു മന്ത്രിയും വരണം, MLA വരണം. മന്ത്രി MLA വരാതെ പറയാൻ പറ്റില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിയാണ് മുകളിൽ, പിന്നെ MLA ആണ് വരണം. ജയേട്ടന് 6:30 പ്രോഗ്രാം, ജയേട്ടൻ 6 മണിക്ക് എത്തി അവിടെ ഇരുന്നു. 7 7:15 അപ്പം സംഘാടകർ വിളിക്കുക, എവിടെ എന്താ തുടങ്ങാത്ത? ഞാൻ ഇപ്പോൾ കയറി തുടങ്ങും. അപ്പോൾ പറഞ്ഞു, അല്ല സാർ മിനിസ്റ്റർ വരണം. മിനിസ്റ്റർ വരണോ മിനിസ്റ്റർ വരണം എനിക്കറിയണ്ട, ഞാൻ കയറി പാടും. MLA വരണം. MLA എൻ്റെ കാര്യം അറിയില്ല. അങ്ങനെ ആകെ പ്രശ്നമായപ്പോഴാണ് പുതിയൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സബ് കളക്ടർ, ഒരു സുന്ദരക്കുട്ടനായ ഒരാൾ, ഗാനസ്നേഹി വന്നിട്ട് ജയേട്ടനെ സമാധാനിപ്പിക്കാൻ ഞാൻ പോയി സംസാരിക്കാം. അങ്ങേരി പോയി വന്നിട്ട്, സാർ നമസ്കാരം. നമസ്കാരം. എന്ത് നമസ്കാരം ഈ സമയത്ത്? പരിപാടി തുടങ്ങും. സാർ ഏതാണ് മിനിസ്റ്റർ വരാൻ കുറച്ച് സമയം എടുക്കുക, അതുകൊണ്ടാണ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സാർ, ഞാനിവിടുത്തെ സബ് കളക്ടറാണ് സാർ. അതിന് ഞാനെന്താ വേണ്ടേ? ഒരു ചാനലിൽ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വരികയാണ്. ഈ ജയേട്ടനും ഞാനും തമ്മിലുള്ളൊരു ഇന്റർവ്യൂ ആണ് ചാനലിലെ പരിപാടി. അപ്പോൾ ഈ സുഹൃത്തിനെ ഒന്ന് ജയേട്ടനെ പരിചയപ്പെടണം. അപ്പം ഞാൻ കയ്യോ പറഞ്ഞു, ജയേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കളയരുത്, റാഫി സാഹിബിന്റെ ഒരു ആരാധനാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് പരിചയപ്പെട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന മനോരൻ ചേട്ടൻ, ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരി, പറഞ്ഞു, ഈ സൂത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കല്ലേ. അപ്പൊ ഈ സന്തത സഹചാരി മനോരൻ ചേട്ടൻ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാനും രാജലക്ഷ്മി മോഹം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ട് നേരെ എത്രയാന്ന് അറിയാമോ? മോഹം കൊണ്ട് പറയാണ്. ആ മോഹം കൊണ്ട് തന്നെ പാടട്ടെ. മോഹം കൊണ്ടു ഞാൻ ദൂരെ